നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. നെൽകർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് താൻ അധ്യക്ഷനായ പഠനസമിതി കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാരെ ധരിപ്പിക്കുമെന്നും കുമ്മനം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണെന്ന് തോമസ് കെ തോമസ് MLA. നിലവിലെ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധവുമായി BJP വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ BJP നിയോഗിച്ച പഠനസമിതിയുടെ അധ്യക്ഷനായ കുമ്മനം രാജശേഖരൻ കൃഷിമന്ത്രി P. പ്രസാദിനെ സന്ദർശിച്ച് നിവേദനം നൽകിയതിനു ശേഷമാണ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. കേരളത്തിലെ കാർഷിക രംഗം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഈ രീതിയിൽ പോയാൽ കാർഷിക രംഗത്ത് ആരുമില്ലാത്ത സാഹചര്യമാവും ഉണ്ടാവുക. നെല്ല് സംഭരിച്ച വകയിൽ കോടികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇക്കാര്യം സമിതി അന്വേഷിക്കും. കോടികൾ കിട്ടാനുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി അത് ചോദിച്ചു വാങ്ങിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഈ കേരളത്തിൽ കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളുടെ വിസ്തൃതി കുറയുന്നു, കർഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലും ഈ കേരളത്തിൻ്റെ കാർഷിക രംഗം വലിയൊരു പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ കർഷകർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ ആരും ഈ രംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ് സ്ഥിതി. കൃഷി ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ഇതൊരു മർമ്മപ്രധാനമായൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം കണ്ടെത്തിയേ മതിയാവും. ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ല. ഏറ്റവും പരമപ്രധാനമായ കാര്യം, അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിള നെല്ല് തങ്ങൾ വിറ്റഴിച്ച അല്ലെങ്കിൽ കൊടുത്ത ആ നെല്ലിൻ്റെ വില കിട്ടാതെ കഷ്ടപ്പെടുന്ന കർഷകരുടെ കണ്ണുനീരാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലുടനീളം കാണാനിടയായത്. അതുപോലെ തന്നെ കേരളത്തിന് എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടോ? ഉണ്ട് എങ്കിൽ അത് വസ്തുതാപരമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്തുമായി കേന്ദ്രത്തിനെ സമീപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നെൽകർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഠനസമിതി കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാരെ ധരിപ്പിക്കും. ഈ മാസം 30, 31 തീയതികളിൽ കേന്ദ്ര കൃഷി, സിവിൽ സപ്ലൈസ്, ഫിഷറീസ്, ടൂറിസം മന്ത്രിമാരെ നേരിൽ കാണും. ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെടും. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നോക്കി നടത്തിപ്പിന് ഗ്രേറ്റർ കുട്ടനാട് ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. കർഷകരുടെ പ്രശ്നത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുമ്മനം പറഞ്ഞു. സമിതി അംഗങ്ങളായ കിസാൻ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ, അഡ്വക്കേറ്റ് C. കൃഷ്ണകുമാർ, BJP ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണ് താനെന്ന് തോമസ് കെ തോമസ് MLA. രാമങ്കരി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതബാധിതരെ സംരക്ഷിക്കുന്നതിനായി ക്യാമ്പുകൾ അടക്കമുള്ളവ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ഏതൊരു അടിയന്തര ഘട്ടത്തെയും നേരിടാൻ ഏതു സമയത്തും കുട്ടനാട് സുസജ്ജമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഏകോപനവും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ അമിതമായ വരവ് കുട്ടനാടിനെ വല്ലാതെ ദുരിതത്തിലാക്കുകയാണ്. തോട്ടപ്പള്ളി, തണ്ണീർമുക്കം എന്നിവിടങ്ങളിൽ പരമാവധി ജലം കടലിലേക്ക് ഒഴുക്കി വിട്ടിട്ടും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. നിലവിലെ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വിവിധ വകുപ്പ് മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. കാരണം അത് 13-ാം വാർഡ്, 7-ാം വാർഡ്, 2 വാർഡാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉള്ളത് കുട്ടനാട്, പ്രത്യേകിച്ചും രാമങ്കരി പഞ്ചായത്തിൽ. അപ്പോൾ ആ
2 മെമ്പർമാരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. പ്രത്യേകിച്ചും 13-ാം വാർഡ് മെമ്പർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ കൽക്കെട്ടും കാര്യങ്ങളും എല്ലാം അനുവദിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ചെയ്യണം. അവർക്ക് വേണ്ട ലൈഫിൽ അവർക്ക് വീടില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റാണ്. അവർക്ക് വീട് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. ഈ വിഷയം അടിയന്തരമായിട്ട് നാളെ തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കല്ല് കെട്ടി എത്രയും പെട്ടെന്ന് 2-3 മാസത്തിനുള്ളിൽ ഈ വിഷയം മുഴുവൻ പരിഹരിച്ച് നിങ്ങളെ തിരിച്ചവിടാക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയി. ഇന്നിപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും LC സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും വില്ലേജ് ഓഫീസറായാലും അതുപോലെ മറ്റേ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. എല്ലാവരും പ്രവർത്തിക്കുന്നെങ്കിലും ഈ വെള്ളം കയറി ഇപ്പം നിങ്ങൾ ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ എൻ്റെ സ്കൂളിനകത്ത് കൂടെന്നുള്ളതാണ്. ഇതാണ് കുട്ടനാടിൻ്റെ അവസ്ഥ. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ട നടപടിയിലേക്ക് പോകും. എന്തായിരുന്നാലും ഈ വിഷയങ്ങളെല്ലാം ആരാധ്യനായ മുഖ്യമന്ത്രിയുടെയും അതുപോലെ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കും എന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെയ്യും. NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ 7-13 വാർഡുകളിലെ 10 കുടുംബങ്ങളിൽ നിന്നായുള്ള 25 അംഗങ്ങളാണുള്ളത്. ക്യാമ്പിൽ എത്തിയത് മുതൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും മികച്ച രീതിയിൽ ലഭിക്കുന്നതായും പരമാവധി വേഗത്തിൽ തിരികെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ക്യാമ്പ് അംഗങ്ങൾ പറഞ്ഞു. അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു ബാത്റൂമുണ്ട്. പിന്നെ ആഹാരമൊക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ 13-ാം വാർഡിലെ മെമ്പർ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കുടിവെള്ളത്തിൻ്റെ ആ ഒരു ഇതാണ് പരിഹരിക്കണം. പിന്നെ ഞങ്ങൾക്ക് വീടിൻ്റെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ട്, കൽക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. D. സലീംകുമാർ, PG അശോക് കുമാർ, ജോബി തോമസ് തുടങ്ങിയവർക്കൊപ്പമാണ് MLA ക്യാമ്പ് സന്ദർശിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിലെ ജനജീവിതം പ്രതിസന്ധിയിലാവുകയാണ്. താഴ്ന്ന പ്രദേശമായ മുട്ടാർ സെൻട്രൽ റോഡിൽ വെള്ളക്കെട്ട് മൂലമുള്ള യാത്ര ദുരിതപൂർണമാണ്. നിലവിലുള്ള പ്രതിസന്ധികൾ മറികടക്കുവാൻ അരുമ നാടിനായി ഒരുമയോടെ എന്ന മുദ്രാവാക്യവുമായി ഫാദർ ജോൺ V. തടത്തിലിന്റെ അധ്യക്ഷതയിൽ ആലോചനാ യോഗം ചേർന്നു. അരുമനാടിനായി ഒരുമയോടെ എന്ന മുദ്രാവാക്യവുമായി കുട്ടനാടൻ ജനതയ്ക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്ന ആപ്തവാക്യവുമായാണ് മുട്ടാറ്റിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ആലോചന യോഗം സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സ്ഥാപന മേധാവികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, പൊതുജനങ്ങൾ എന്നിവർ ചേർന്നായിരുന്നു ആലോചന യോഗം സംഘടിപ്പിച്ചത്. മുട്ടാർ സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ വികാരി ഫാദർ ജോൺ V. തടത്തിൽ അധ്യക്ഷത വഹിച്ചു. അടുത്തടുത്തുണ്ടായ 4 വെള്ളപ്പൊക്കം മൂലം കുട്ടനാട്ടുകാർ, പ്രത്യേകിച്ച് മുട്ടാറുകാർ നരകയാതന അനുഭവിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ടൊക്കെ തയ്യാറാവണം. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുമെന്നും ഏത് രീതിയിലെല്ലാം അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയ്ക്കായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, അതുപോലെ തന്നെ മതത്തിൻ്റെ പരിപാടിയല്ല, ഒരു തരത്തിലും അങ്ങനെയുള്ള വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ ഒന്നും പരിപാടിയല്ല. ഇത് കുട്ടനാടൻ ജനതയുടെ ഒരു മുന്നേറ്റമാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒന്നും ചേർന്ന് തീക്ഷ്ണമായിട്ട് ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവണം. നമുക്കറിയാം, നമ്മുടെ എവിടെയെല്ലാം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടോ അവിടെയൊക്കെ എത്രമാത്രം ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ അണിനിരക്കുന്നു. ആ ജനങ്ങളുടെ ശബ്ദം അധികാരികളുടെ ചെവിയിലെത്തുന്നു. അവർ അതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുന്നു. മുട്ടാർ ഒറ്റപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ അടിയന്തരമായി മുട്ടാർ സെൻട്രൽ റോഡിലെ സൗഹൃദ ജംഗ്ഷൻ മുതൽ കൈതത്തോട് വരെയുള്ള ഭാഗം ഉയർത്തി പണിയുക, മുട്ടാർ മിത്രക്കരി ജീമംഗലം റോഡ് ഉയർത്തി ജീമംഗലം പാലം പണിയുക, മണമലയാറ്റിലെയും ചെറുതോടുകളുടെയും ഇരുവശങ്ങളുമുള്ള കാട് വെട്ടിത്തെളിച്ച മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുക, AC കനാൽ അടിയന്തരമായി തുറക്കുക, AC റോഡിലെ കലുങ്കുകൾ തുറക്കുക, വേമ്പനാട്ട് കായലിലെ ജലത്തിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കി മുട്ടാറിനെയും കുട്ടനാടിനെയും വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുക
എന്നീ ആവശ്യങ്ങളാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു മുന്നോടിയായി ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഭീമ ഹർജി മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാർ, MLA-മാർ, MP-മാർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് 10 ദിവസത്തിനുള്ളിൽ നൽകുവാൻ യോഗത്തിൽ തീരുമാനമായി. രണ്ടാം ഘട്ടത്തിൽ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി. അടുത്ത വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ മുട്ടാർ ഒറ്റപ്പെടാതെയും കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്നും രക്ഷ ലഭിക്കുവാനുമുള്ള നടപടികളുമായി ആക്ഷൻ കൗൺസിൽ മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ വിഷയാവതരണം നടത്തി. സഹവികാരി ഫാദർ ടോണി പുതുവീട്ടിക്കളം മോഡറേറ്ററായിരുന്നു. മുട്ടാർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം, മിത്രക്കരി ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ജോർജിൻ ഇലഞ്ഞിക്കൽ, മുട്ടാർ അമലോത്ഭവ പള്ളി വികാരി ഫാദർ ജോൺസി മോളിപ്പാവിൽ, വെള്ളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, തലവടി സെന്റ് ആൻഡ്രൂസ് CSI പള്ളി വികാരി ഫാദർ മനു, തലവടി സെന്റ് ജോൺസ് മർത്തോമ പള്ളി പ്രതിനിധി KP കുഞ്ഞുമോൻ, SNDP മുട്ടാർ ശാഖാ സെക്രട്ടറി PK സദാനന്ദൻ, NSS കരയോഗം പ്രതിനിധി PJ പ്രസന്നകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ PTA പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. 51 അംഗ ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിലെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. H. സലാം MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി നടത്തിയ അതിന്റെ മൂന്ന് കൈമാറ്റ ചടങ്ങ് വ്യവസായ വകുപ്പിന്റെ കൈവശമുണ്ടായ രീതിയാണ് ഈ സ്ഥാപനത്തിൽ. അത് 100 വർഷം പാട്ടത്തിന് കൈമാറി കൊടുത്തുകൊണ്ടാണ് ഇതിനുള്ള സ്ഥാപനം കേപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. അത് ആദ്യത്തെ ആ ചടങ്ങിൽ ഭൂമി കൈമാറ്റ ചടങ്ങിൽ അതിന്റെ ഒരു സംഘാടക സമിതിയുടെ ഭാഗമായി അപ്പൊ അതൊരു ക്യാബിനറ്റ് ഡിസിഷനാണ് വേണ്ടത്. മന്ത്രിസഭയാകെ തീരുമാനിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കൈമാറ്റവും അതിന്റെ തുടർച്ചയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ വെള്ളിയാണ് സ്വാഭാവികമായിട്ട് കഴിയും. എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ സാഗര ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള സർവീസാണ്. അപ്പോൾ ഈ മുന്നപ്പറയില് നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ അഭിമാനമായി നിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം അത് നമുക്ക് സംഭാവന ചെയ്ത് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മുടെ ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രാധാന്യം നിശ്ചയമായിട്ട് ഇത് നിൽക്കുന്ന ഭൂപ്രദേശം പുന്നപ്ര ഏതാണെന്ന് എല്ലാവരും അറിയും. സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് സെക്രട്ടറി സ്മിത M. ജാസ്മിൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ സജി K. വെട്ടത്ത് അധ്യക്ഷനായി. കേപ്പ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KG ജയമോഹൻ, കേരള നഴ്സസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി നിഷ സൂസൻ ഡാനിയൽ, കേപ്പ് എംപ്ലോയീസ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് രേണ തേജസ്, സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം U. മുരളീകൃഷ്ണൻ, SFI യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, കോൺട്രാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി KU മധു, എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ A. അരുൺലാൽ എന്നിവർ സംസാരിച്ചു. വിശുദ്ധ അൽഫോൻസാമ പൊതുസമൂഹത്തിൽ പ്രകാശം പരത്തുന്ന പുണ്യപുഷ്പമാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിശുദ്ധ അൽഫോൻസ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുഭകരമല്ലാത്ത ഈ വർത്തമാനകാലത്തിൽ പൊതുസമൂഹത്തിൽ നന്മകൾ വാരിവിതറി കടന്നുപോയ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം പൊതുസമൂഹം മാതൃകയാക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അഭിപ്രായപ്പെട്ടു. നന്മ പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പരിപാടികൾ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനാ നിർഭരമായ ഒരു കാലഘട്ടത്തിൻ്റെയും വഴികളായി മാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒട്ടേറെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അൽഫോൻസാമയുടെ കാര്യത്തിന് വിളിച്ചപ്പോൾ അത് നിഷേധിക്കാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിലല്ല. ഞാൻ അതുകൊണ്ടാണ് സത്യത്തിൽ തിരക്കിനിടെ ഓടി വന്നത്. എനിക്കൊരു ആദ്യ കുർബാനയുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തേക്കൊന്നും കിടക്കുന്നില്ല. ഈ പ്രവർത്തനങ്ങൾ നേർന്നു നൽകുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന, ഒരുപാട് നന്മയുള്ള, ഒരുപാട് വർത്തമാനകാലം സുഖകരമല്ലാത്തൊരു വർത്തമാനകാലം മനുഷ്യ നന്മയുടെയും സ്നേഹത്തിൻ്റെയും
പാരമ്പര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ അനുഭവങ്ങളെ നമ്മിലേക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളായും നിമിഷങ്ങളായും മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അൽഫോൻസാമ്മയുടെ എല്ലാ അനുഗ്രഹവും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നമ്മുടെ ഈ വാദ്യാഘോഷ പരിപാടികൾ ഏറെ സന്തോഷപൂർവ്വം ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. കാത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മ സന്യാസവ്രതം സ്വീകരിച്ച ആദ്യ കോൺഗ്രിഗേഷനായ സെന്റ് ജോസഫ് ക്ലാരിസ് കോൺവെന്റ് സെന്റ് വിൻസെന്റ് പൂവർ ഹോമിൽ അൽഫോൻസാമ്മയുടെ 79ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ അൽഫോൻസ അനുസ്മരണം സ്മൃതിദീപം തെളിയിച്ച് MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒട്ടേറെ പേർക്ക് നന്മ പകർന്നു നൽകുവാൻ വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സാധിച്ചെന്നും സഹനത്തിന്റെ കല്ലുകൾ കൊണ്ട് സ്വർഗത്തിൽ മാളിക നിർമ്മിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിന് കഴിഞ്ഞതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതി പ്രസിഡന്റ് കുഞ്ഞിമോൻ തുമ്പുകൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VJ ലാലി മുഖ്യാനുസ്മരണ പ്രഭാഷണം നടത്തി. സൈബി അക്കര, KS ആന്റണി, ഔസേപ്പച്ചൻ ചെറുകാട്, തോമസുകുട്ടി മണക്കുന്നേൽ, ബേബിച്ചൻ പുത്തൻപറമ്പിൽ, ഷാജി മരങ്ങാട്, ടോം കായ്ത്തറ, ലാലിമ ടോമി കാലായിൽ, റോണി കുരിശുമുട്ടിൽ, സിസ്റ്റർ ആൻസ് തോമസ് FCC എന്നിവർ പ്രസംഗിച്ചു. അവശ്യ സാധനങ്ങളുടെ വില വർധനയ്ക്കെതിരെ BJP വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. സംസ്ഥാന സമിതി അംഗം KG രാജ്മോഹൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വില വർധനവിനെതിരെ BJP വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP വാഴപ്പള്ളി ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MM മജിദ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് വിനീഷ് വിജയനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു മങ്ങാട്ടുമഠം, TC ലക്ഷ്മണൻ, ഏരിയ ജനറൽ സെക്രട്ടറിമാരായ MN ബാലകൃഷ്ണൻ, PP ശിവരാമൻ, ജില്ലാ സെക്രട്ടറി BR മഞ്ജീഷ് എന്നിവർ സംസാരിച്ചു. അവകാശപ്പെടുന്നത് നമ്പർ 1 ആണ് കേരളം. ഈ രാജ്യത്ത് എല്ലാ മേഖലയിലും നമ്പർ 1 ആയിട്ട് കേരളം കുതിക്കുകയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുന്നത് അവർ ഇന്നലെ വരെ പറഞ്ഞിരുന്ന പച്ചക്കള്ളങ്ങളെയെല്ലാം വൃഥാവിലാക്കിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നമ്പർ 1 ആയിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നമ്പർ 1 ആയിരിക്കുകയാണ് ഈ വിലക്കയറ്റത്തിൽ. ഇതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്ത് ഇന്ന് വിലക്കയറ്റത്തിന്റെ തോതെന്ന് പറയുന്നത് 3.4% കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ലോകരാജ്യങ്ങളുമായി നോക്കുമ്പോൾ എത്രയോ കുറയുന്ന വിധത്തിൽ, ഇന്നലെ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഈ രാജ്യത്തെ വിലക്കയറ്റം 3.4% കുറഞ്ഞിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. രാമങ്കരിയിൽ നടന്ന സർവകക്ഷി അനുസ്മരണത്തിൽ ഏരിയ സെക്രട്ടറി CP ബ്രീവൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KR ഭഗീരഥൻ മുഖ്യ അനുസ്മരണം നടത്തി. VS എത്തിച്ചേർന്നിട്ടില്ലാത്ത മേഖലകളൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് സാധാരണ പ്രവർത്തകരിൽ നിന്നും അതിന്റെ സംസ്ഥാനത്തിന്റെ അമരക്കാരൻ മാത്രമല്ല, ദേശീയ തലത്തിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അടക്കമുള്ള സ്ഥാനമാനങ്ങൾ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും അദ്ദേഹം ജനങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്ര ഉന്നതങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം മാരാരിക്കുളത്ത് മത്സരിക്കുന്നതിന് വേണ്ടി 91 മാരാരിക്കുളത്ത് വരുമ്പോൾ അന്ന് മാരാരിക്കുളത്തെ DYFയുടെ ഏരിയ പ്രസിഡന്റായി ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. സഖാവ് VSനെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ അവതരിപ്പിച്ചത് DYFയുടെ മാരാരിക്കുളം ഏരിയ കൺവെൻഷൻ, ഒരു 12,000 ചെറുപ്പക്കാർ പങ്കെടുത്ത ഒരു കൺവെൻഷനാണ് സഖാവ് VS എന്ന സ്ഥാനാർത്ഥി മാരാരിക്കുളത്ത് ആദ്യമായി എത്തിച്ചേരുന്നത്. രാമങ്കരിയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം G ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കുട്ടനാട് MLA തോമസ് K തോമസ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ PT സക്കറിയ, R രാജേന്ദ്രകുമാർ, ജോസഫ് K നെല്ലുവേലി, സാജൻ സെബാസ്റ്റ്യൻ, ജോസഫ് ചേക്കോടൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MV പ്രിയ, M കൃഷ്ണലത, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്ധ്യ രമേശ് എന്നിവർ സംസാരിച്ചു. ഗെയിം കളിക്കാൻ ഫോൺ നൽകാത്തതിനെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. തലവടി പഞ്ചായത്ത് 8ാം വാർഡ് ഇല്ലത്തുപറമ്പ് വീട്ടിൽ മോഹൻലാൽ അനിത ദമ്പതികളുടെ മൂത്ത മകൻ ആദിത്യനാണ് മരിച്ചത്.
തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. ഗെയിം കളിക്കുന്നതിനായി അമ്മയോട് മൊബൈൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലഭിക്കാത്തതിനെ തുടർന്ന് പിണങ്ങി വീട്ടിലെ മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു ആദിത്യൻ. കൂലിപ്പണിക്കാരനായ പിതാവ് രാവിലെ ജോലിക്ക് പോയി. സംഭവം നടക്കുമ്പോൾ മാതാവ് അനിതയും സഹോദരൻ 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദിഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏറെ നേരമായിട്ടും മകനെ കാണാത്തതിനെ തുടർന്ന് വാതിലിൽ മുട്ടി വിളിച്ചിട്ടും മുറി തുറന്നില്ല. മാതാവ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോൾ ആദിത്യൻ ഷോൾ കഴുത്തിൽ കെട്ടി ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. എടത്വ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മാന്നാർ നായർ സമാജം സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആദിത്യൻ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചങ്ങനാശ്ശേരി എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. ഈ ദിവസം വളരെ വീര്യത്തോടെ ധൈര്യത്തോടെ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ആളപായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പിടിച്ചെടുക്കാൻ സാധിച്ചത് വലിയൊരു വിജയമായിട്ടാണ് നാം മാത്രമല്ല ലോകം മുഴുവൻ കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ നമുക്കുണ്ടായ ഈ വിജയത്തെ എല്ലാ വർഷവും ആഘോഷിക്കുകയും അതേസമയം തന്നെ എല്ലാ സൈനിക ആസ്ഥാനങ്ങളിലും ഈ ദിവസം കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യത്തിനു വേണ്ടി ബലിദാനം ചെയ്ത സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഓർക്കാൻ വേണ്ടി കൂടിയാണ് ഈ കാർഗിൽ ദിവസം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത്. കാർഗിൽ വിജയദിനത്തിന്റെ ഭാഗമായി കേണൽ ജോസം ജോർജ്, വർഗീസ് മാത്യു, KG ജോർജ്, ക്യാപ്റ്റൻ KT എബ്രഹാം, ശശിധരൻ ഉണ്ണിത്താൻ, ഗോപാലകൃഷ്ണൻ നായർ, ലീലാമാസ് കറിയ, സ്റ്റെല്ല റെനോൾ, ഉദയകുമാർ തുടങ്ങിയവരെയും ഗാലന്ററി അവാർഡ് ജേതാക്കളെയും വീർ വനിതകളെയും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ആശ്രിതരെയും ആദരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത പൂർവ്വ സൈനികർ, വീരവനിതകൾ, യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണാടി 1193 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ അമ്പിളി T. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് KP സുബീഷ് അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി മനോഹരൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് NR തങ്കപ്പൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജുകുമാർ, ബിനീഷ്, ബൈജു, വനിതാ സംഘം സെക്രട്ടറി സംഗീത PA, പ്രസിഡന്റ് ശോഭന അരുമനാഥൻ, യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് സെക്രട്ടറി ആദർശ് PS എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. മധുവിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്ലാസും തുടർന്ന് ചികിത്സയും നടത്തി. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ ബോസ് IAS-ഉം ഭാര്യ ലക്ഷ്മി ബോസും ചെറുമകനൊപ്പമാണ് ചക്കുളത്തുകാവ് ക്ഷേത്ര ദർശനം നടത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ ക്ഷേത്ര മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B. നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തിരുവല്ല ജോയി ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവല്ല വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ശാസ്ത്രമേളയിൽ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ 10ാം അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോഴും ഇന്ത്യക്ക് വേണ്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഒഴിഞ്ഞു വീണു മരിച്ചു. ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി നാം എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്നേഹിച്ചത് കുട്ടികളെയും യുവാക്കളെയുമായിരുന്നു. കാരണം നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ
യുവജനങ്ങൾക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വളർന്നു വന്നു. അദ്ദേഹത്തിന്റെ ആ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആത്മകഥയിലും മറ്റു പുസ്തകങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ല ജോയി ആലുക്കാസ് ഷോറൂമിൽ വെച്ച് നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ തിരുവല്ല DEO പ്രസീന PR നിർവഹിച്ചു. ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി മാത്യു, മഞ്ഞാടി നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മെറിൻ മാത്യു, ജോയി ആലുക്കാസ് മാൾ മാനേജർ ഷെൽട്ടൻ V റാഫേൽ, ജ്വല്ലറി അസിസ്റ്റന്റ് മാനേജർ ജെറിൻ NJ, ജോളി സിൽക്സ് അസിസ്റ്റന്റ് മാനേജർ ബിജേഷ് KC തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂൾ, SCS ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ല, MGM ഹൈസ്കൂൾ തിരുവല്ല, DBHSS കാവുഭാഗം, നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ഞാടി, നാഷണൽ ഹൈസ്കൂൾ വള്ളംകുളം, CMS ഹൈസ്കൂൾ തിരുവല്ല, NSS ഹൈസ്കൂൾ മുത്തൂർ എന്നീ സ്കൂളുകളിലെ കുട്ടികളെയാണ് അനുമോദിച്ചത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 മുതൽ 31 വരെ സ്ഥാപനത്തിലെത്തി പ്രവേശനം നേടാം. www.polyadmission.org/GCI എന്ന വെബ്സൈറ്റ് വഴി പുതുതായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 2237 175 9747 53 2054 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കാനുള്ള മത്സരത്തിലേക്ക് എൻട്രികൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 വരെ എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. സൃഷ്ടികൾ മൗലികമായിരിക്കണം. എൻട്രികൾ അയക്കുന്ന കവറിൽ 71ാമത് നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരമെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ അയക്കാനാകൂ. പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ പ്രത്യേകം പേപ്പറിൽ എഴുതി എൻട്രിക്കൊപ്പം സമർപ്പിക്കണം. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ എൻട്രികളും സ്വീകരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന സൃഷ്ടിക്ക് 10,001 രൂപ സമ്മാനമായി നൽകും. കൺവീനർ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ ആലപ്പുഴ. 688001 എന്ന വിലാസത്തിൽ എൻട്രികൾ അയക്കാം. വിവരങ്ങൾക്ക് 0477 2251 349 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന റെഡ് റിബൺ പ്രശ്നോത്തരിയുടെ ജില്ലാതല മത്സരം ജൂലൈ 31 ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10 നടക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പ്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുമായി സഹകരിച്ച് കേരള സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തല മത്സരത്തിൽ വിജയികളായവരും ജില്ലയിലെ സ്കൂളുകളിൽ 8, 9, 11 എന്നീ ക്ലാസുകളിൽ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ 2 പേരടങ്ങുന്ന ഒരു ടീമുമാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ആദ്യ 3 സ്ഥാനക്കാർക്ക് 5000, 4000, 3000 രൂപ വീതം ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സമ്മാനമായി നൽകും. 1ാം സമ്മാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 29. ഫോൺ 8848618331. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 9160 രൂപ, പവന് 73,280 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. നെൽകർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് താൻ അധ്യക്ഷനായ പഠന സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാരെ ധരിപ്പിക്കുമെന്നും കുമ്മനം.
കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക കെടുതികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണെന്ന് തോമസ് കെ തോമസ് MLA. നിലവിലെ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധവുമായി BJP വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.